ഹലോ ഓൾ ദി വിസ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ വളരെ സ്വീറ്റായ ഒരു പാവം കുട്ടിയുണ്ട്, ലിജി. ആളുടെ വെഡ്ഡിങ് ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആളുടെ ജീവിതത്തെക്കുറിച്ചും ആളുടെ ജീവിത കഥകളൊക്കെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരു കല്യാണം കൂടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു ഈവൻ്റ് കൂടിയാണ് ഇത്. മാത്രമല്ല, എന്നെ ഇത്രയും അധികം കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആരും ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഓരോ മെസ്സേജ് അയക്കുമ്പോഴും നീ വരില്ലേടാ എന്ന് ചോദിക്കുന്ന, എനിക്ക് അത്രയും ഒരു വാല്യൂ തന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് കേട്ടോ. ഒരു ഈവൻ്റ് കൂടിയാണ് ഇതെന്ന് പറയാം. അത് മാത്രമല്ല, ഞാൻ കുറേ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ്. വലിയ ട്രിപ്പുകളോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാറില്ല ഇപ്പം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കാത്തിരുന്നിട്ടുള്ള ഒരു ഈവൻ്റ് കൂടിയാണ് കേട്ടോ. നമ്മൾ തലേ ദിവസം തന്നെ അവിടെ പോയി സ്റ്റേ ചെയ്തു. റൂമെല്ലാം അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും ഒരു സാധാരണ കല്യാണം പോലെ അവിടെ പോയി കൂടി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയായിരുന്നില്ല. അവരുടെ ഫാമിലിയിൽ ഒരാളെ പോലെയായിരുന്നു അവർ ഞങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളുടെ കൂടെ തന്നെ അവളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും നോക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ അവരുടെ കൂട്ടത്തിലൊരാളെ പോലെയാണ് എൻ്റെ ഫാമിലിനെയും അവർ ട്രീറ്റ് ചെയ്തത്. അതുകൊണ്ട് നമ്മളവിടെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്ന് വേണം പറയാൻ കേട്ടോ. പിന്നെ ഈ കല്യാണം നടന്ന സ്ഥലം ഞാൻ പറഞ്ഞു, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് വരുന്ന തൃച്ചംബരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ്. കണ്ണൂർ ജില്ല എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ നാടാണ് എന്ന് വേണം പറയാൻ. അറിയാലോ, നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കാം. എനിക്ക് അത്രയും ഞാൻ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു നാടാണ് കണ്ണൂർ. എനിക്ക് ഒരുപാട് മെമ്മറീസുള്ള, എൻ്റെ ചൈൽഡ്ഹുഡിനെ തന്നെ ഫ്രെയിം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരുപാട് കാലം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ള നാടാണ് നമ്മുടെ കണ്ണൂർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സന്തോഷം കൂടെ എനിക്ക് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട്. പിന്നെ ഈ അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പ്രധാന ദേവത ശ്രീകൃഷ്ണ സ്വാമി തന്നെയാണ്. ഭഗവാന്റെ രൗദ്രഭാവത്തിലുള്ള അമ്പലമാണ് തൃച്ചംബരം എന്ന് പറയുന്നത്. കാരണം കംസനെ കൊന്നതിന് ശേഷമുള്ള ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. കംസൻ ആനപ്പുറത്ത് വന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉത്സവങ്ങൾക്ക് ആന എഴുന്നള്ളാറില്ല എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കാഞ്ഞിരമരമുണ്ട്, കായ്ക്കാത്ത കാഞ്ഞിരമരവും, അതിന് കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് അമ്പലത്തെക്കുറിച്ച് അറിയുള്ളൂ. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾ അറിയുമെങ്കിൽ, നിങ്ങൾക്ക് അവിടെ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കമൻ്റ് ഇടുക. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് മുഹൂർത്തം 11-11:30 ആയതുകൊണ്ടും അമ്പലത്തിൽ നേരത്തെ തൊഴാൻ പോയതുകൊണ്ടും നമുക്ക് കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആസ് യൂഷ്വൽ എടുക്കാൻ പറ്റി. ആ സമയത്ത് കുളത്തിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മുടെ ചാനൽ കാണുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേച്ചി, കൈരളി ചേച്ചിയും ഫാമിലിയും കാണാനിടയായി. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഒത്തിരി ഇഷ്ടമാണെന്നും കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ. അപ്പോൾ അത്രയൊക്കെയായിരുന്നു നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തത് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞു. 11-11:30 ആയപ്പോഴത്തേക്ക് തന്നെ കല്യാണം കഴിഞ്ഞു. നേരെ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ തന്നെയായിരുന്നു ഫുഡ്. ഈ കാണുന്നതുണ്ടല്ലോ, ഇത് ഞാൻ പല റീൽസിലും കണ്ടിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ, ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗം. അപ്പോൾ ഇത് എവിടെയാണ് എന്താണെന്നൊന്നും എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ പോയ സമയത്താണ് ഇത് തൃച്ചംബരം ക്ഷേത്രത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ എനിക്ക് അതും ഭയങ്കര ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെയൊക്കെ പോകാനും കാണാനൊക്കെ പറ്റി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടൊക്കെ പോവുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ പറയാനായിട്ട്, ഈ കല്യാണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് കാലം കൂടി കാത്തിരുന്നിട്ടുള്ള, കൂടണം എന്ന് ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടുള്ളൊരു കല്യാണമായിരുന്നു ഇത്. പിന്നെ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിലും, ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ തൊട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആൾക്ക് നല്ലൊരു ലൈഫ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ദൈവം സഹായിച്ച് അതിന് സാക്ഷിയാവാൻ സാധിച്ചു. അങ്ങനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ നാട്ടിൽ കണ്ണൂർ എനിക്ക് ഒരു പ്രാവശ്യം കൂടെ പോകാൻ സാധിച്ചു. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയുടെയും ഇല്ലാതെ ഞാൻ പോകുന്ന ഒരു പ്രാവശ്യം കൂടിയാണ് കേട്ടോ ഇത്. ഞാൻ എപ്പോൾ പോകുമ്പോഴും ഒന്നുകിൽ എൻ്റെ അച്ഛനും അമ്മയും അവർ രണ്ടുപേരും ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് അവിടെ ഞങ്ങൾ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകാറുള്ളത്. ഇപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ ആദ്യമായിട്ട് പോയതും ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ടും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ.